യേശുക്രിസ്തുവിൻ നാമത്തിൽ എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ചില ദിവസങ്ങൾക്ക് ശേഷം ദൈവത്തിൻ്റെ വചനവുമായി ദൈവജനത്തിൻ്റെ അരികിലേക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിത്തന്ന വിലപ്പെട്ട സന്ദർഭത്തിന് സർവ മഹത്വവും കർത്താവിന് അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയ വചനം ശുശ്രൂഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 14 അധ്യായം അതിൻ്റെ 27 വാക്യം. തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി 2000 വർഷങ്ങൾക്ക് മുൻപേ യേശുക്രിസ്തു ഈ താണലോകത്തേക്ക് കടന്നു വന്നു. അന്നുവരെ ഇല്ലാതെ ഇരുന്ന ഒരു ശിക്ഷാ നടപടിയാണ് ക്രൂശീകരണം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ കൈകാലുകൾ തുളയ്ക്കപ്പെടും എന്നുള്ളത് പ്രവചനമായിരുന്നതുകൊണ്ട് അതിൻ്റെ നിവൃത്തീകരണത്തിനു വേണ്ടി കൈയും കാലും തുളയ്ക്കപ്പെട്ട യേശുക്രിസ്തു നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി ക്രൂശിക്കപ്പെടുവാൻ ഇടയായി. അങ്ങനെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതുകൊണ്ടാണ് പാപമോചനവും നിത്യജീവനും നമുക്കെല്ലാവർക്കും ലഭിക്കുവാനായിട്ടിടയായത്. എന്നാൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ചുമക്കേണ്ടതായ ക്രൂശുണ്ട്. അത് ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നതായ ചില കഷ്ടതകളായിരിക്കാം. ജഡത്തിൽ അവൻ്റെ സഭയാകുന്ന ശരീരത്തിനു വേണ്ടി ഞാൻ പൂരിപ്പിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത് പോലെ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്കു വേണ്ടി നാം അഹോരാത്രം അധ്വാനിക്കുകയും അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം സഹിക്കുന്നതായ ചില സഹനങ്ങൾ, കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നതായ ക്രൂശാണ്. പ്രിയപ്പെട്ടവരെ, ക്രൂശില്ലാതെ കിരീടമില്ല. ആർക്കെങ്കിലും ദൈവത്തിൻ്റെ ആദരവുകൾ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തികൾ എവിടെയൊക്കെയോ ഭാരമേറിയ ചുമടുകൾ പോലെ ദൈവം അനുവദിച്ച ചില കാര്യങ്ങൾക്ക് തങ്ങളെ തന്നെ വിധേയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശിഷ്യൻ്റെ പ്രത്യേകത പറയുകയാണ്. പല പ്രത്യേകതകൾ വിശുദ്ധ തിരുവെഴുത്തിൽ ശിഷ്യനുണ്ട്. ഗുരുവിനെ പോലെ ആകുക എന്നുള്ളതാണ് ശിഷ്യൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിൻ്റെ പടിയായി സകലതും വിട്ട് ഗുരുവിനെ അനുകരിക്കുക എന്നുള്ളത് ശിഷ്യൻ്റെ കടപ്പാടാണ്. ഇവിടെ യേശു കർത്താവ് തന്നെ പറയുകയാണ്, തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും. കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അക്ഷരീയമായി യേശു കർത്താവ് ഈ ലോകത്തെ ക്രൂശെടുത്ത് കാൽവറിയിലേക്ക് പോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോനെ അവർ പിടിച്ച് നിർബന്ധിച്ച് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് ചുമക്കുമാറാക്കിയെന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ പിന്നാലെ ആ ശിമോൻ നടക്കുവാനുള്ള ഒരു കാരണം, നിർബന്ധിച്ച് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് അദ്ദേഹത്തിൻ്റെ ചുമലിൽ വെച്ചു. ആ ക്രൂശാണ് യേശുവിൻ്റെ പിന്നാലെ അദ്ദേഹത്തെ നടക്കുവാൻ പ്രേരിപ്പിച്ചത്, നിർബന്ധിച്ചത്. ഇതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തുവിനെ യഥാർത്ഥമായി അനുഗമിക്കുന്നതിനു വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ചില ക്രൂശുണ്ട്. ആ ക്രൂശ് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇടതോട്ടും വലത്തോട്ടും മാറാതെ ശരിയായിട്ടുള്ള പാതയിലൂടെ കർത്താവിനെ നമ്മൾ അനുകരിക്കുന്നതിനും അനുസരിക്കുന്നതിനും അനുഗമിക്കുന്നതിനും വേണ്ടിയാണ്. ഒരിക്കലൊരു ക്രിസ്തു ഭക്തൻ വലിയ പ്രതിസന്ധികളിലൂടെ, പ്രയാസങ്ങളിലൂടെ, ഭാരങ്ങൾ വഹിച്ച് തളർന്ന് ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, അങ്ങ് എനിക്ക് തന്ന ക്രൂശ് എനിക്ക് വളരെ ഭാരമുള്ളതാണ്, അതെനിക്ക് എടുക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, ഇതൊന്ന് മാറ്റിത്തരണം. അന്ന് രാത്രി അദ്ദേഹം വലിയൊരു സ്വപ്നം കണ്ടു, ദർശനം കണ്ടു. വിജനമായൊരു സ്ഥലം, ധാരാളം ക്രൂശ് അവിടെ നിരത്തി വെച്ചിരിക്കുന്നു. ദൈവം അദ്ദേഹത്തോട് പറയുകയാണ്, ഞാൻ തന്ന ക്രൂശ് നീ ബന്ധപ്പെട്ടല്ലേ ചുമന്നത്, നിനക്കിഷ്ടമുള്ളത് നീ ഒരെണ്ണം തിരഞ്ഞെടുത്തുകൊള്ളുവാൻ അനുവാദം കൊടുത്തു. അദ്ദേഹം അതിൻ്റെ ഒരറ്റം മുതൽ ക്രൂശുകൾ പരിശോധിക്കുവാനായിട്ട് തുടങ്ങി. പല ക്രൂശും തനിക്കൊന്ന് അനക്കുവാൻ പോലും കഴിയുന്നില്ല. അവസാനം അദ്ദേഹം പലതും മാറി മാറി പരിശോധിച്ചിട്ട് അവസാനം ഒരെണ്ണം എടുത്ത് തൻ്റെ ചുമലിൽ വെച്ചു. അത് എടുത്ത് അദ്ദേഹം സാവധാനം നടക്കുമ്പോൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഈ ക്രൂശ് എനിക്ക് മതി, ഞാൻ തിരഞ്ഞെടുത്ത ഈ ക്രൂശ് എനിക്ക് ചുമക്കാനായിട്ട് കഴിയുന്നുണ്ട്. അദ്ദേഹത്തോട് ദൈവം ഇങ്ങനെ പറഞ്ഞെന്നാണ് വായിച്ചിട്ടുള്ളത്, നീ ഇപ്പോൾ തിരഞ്ഞെടുത്ത ക്രൂശ് ഞാൻ നിനക്ക് തന്നത് മാറ്റിവെച്ചിട്ട് നീ സ്വയം തിരഞ്ഞെടുത്ത ആ ക്രൂശ് നീ ഒന്ന് നോക്കാൻ പറഞ്ഞു. അദ്ദേഹം സൂക്ഷിച്ചു നോക്കി. കർത്താവ് കൊടുത്ത ക്രൂശ് തന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ചുമലിൽ വെച്ച് നടക്കുന്നത്. കർത്താവ് പറയുകയാണ്, നിനക്ക് ചുമക്കാൻ കഴിയാത്തതല്ല ഞാൻ നിനക്ക് തന്നിരിക്കുന്നത്, നിനക്ക് ചുമക്കാൻ കഴിയുന്ന ക്രൂശാണ്
ഞാൻ നിൻ്റെ ചുമലിൽ തന്നിരിക്കുന്നത്. ചിലർ ചിന്തിക്കും, എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം എന്തൊരു പ്രതിസന്ധികളാണ്, എന്ത് ഭാരങ്ങളാണ്, എനിക്കെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഈ ഭാരമേറിയ കാര്യങ്ങൾ ചുമക്കേണ്ടി വരുന്നത്. പ്രിയപ്പെട്ടവരെ, ക്രൂശ് എടുത്തിട്ടുണ്ട് എങ്കിൽ കൃപ ദൈവം തന്നിട്ടുണ്ട്, വചനങ്ങൾ ദൈവം തന്നിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിട്ടുണ്ട്. ക്രൂശ് എടുത്ത വ്യക്തിയെ ശക്തിപ്പെടുത്താൻ അതാത് സമയങ്ങളിൽ ദൂതനെ ദൈവം അയക്കുക തന്നെ ചെയ്യും. നിങ്ങൾ തളർന്നും ക്ഷീണിച്ചും പോകരുത്. കർത്താവ് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളതായ ആ ഭാരങ്ങൾ, ചുമടുകൾ സന്തോഷത്തോടുകൂടെ വഹിക്കുകയും ചുമക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ ചുമലിലാണ് അതിൻ്റെ മെയിൻ പാർട്ടിരിക്കുന്നത്. ലഘുവായിട്ടുള്ളത് മാത്രമേ നമ്മുടെ ചുമലിലുള്ളൂ. താങ്ങാനും സഹായിക്കാനും കർത്താവ് കൂടുണ്ട്. ദൈവം അനുവദിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ സന്തോഷത്തോടുകൂടെ ഏറ്റെടുത്ത് ക്രിസ്തുവിനെ അനുഗമിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.